ഹായ് ഓൾ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ 21-ാം തീയതി ഞങ്ങളുടെ 8th നിക്കാഹ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞങ്ങൾ അന്നേ ദിവസം തന്നെ വയനാട്ടിലെ ഒരു റിസോർട്ടിലേക്ക്, സെറനിറ്റി റിസോർട്ട് എന്നാണ് പേര്. അപ്പോൾ അവിടേക്ക് ഉപ്പാടെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും കൂടെ യാത്ര പോയി. അന്ന് നടന്ന വിശേഷങ്ങളും അവിടെയുള്ള കാഴ്ചകളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ 8 മണിക്കാണ് യാത്ര പുറപ്പെട്ടത്. അരീക്കോട് മുക്കം റൂട്ടിനാണ്, താമരശ്ശേരി ചുരമൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കൂടെയാണ് ഞങ്ങൾ പോയത് വയനാട്ടിലേക്ക്. അപ്പോൾ പോകുന്ന വഴി നല്ല അടിപൊളിയായിട്ടുള്ള മലകളും അതുപോലെ കുന്നും കാടും ഒക്കെ എല്ലാം നിറഞ്ഞതായിരുന്നു. നല്ല ഭംഗിയാണ് രണ്ട് സൈഡും കാണാൻ വേണ്ടിയിട്ട്. പുറത്ത് നല്ല കാറ്റുണ്ട്. ആ കാറ്റ് കാരണം തന്നെ അവിടെ കാണുന്ന ഫ്ലെക്സൊക്കെ ഇതൊക്കെ കീറി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഈ കാറ്റ് കാരണം വെയിലിൻ്റെ ചൂടൊന്നും അറിയാൻ പറ്റുന്നില്ലായിരുന്നു. അതുപോലെ ഓരോ ചുരം കയറുമ്പോൾ ആ ഭാഗത്തുള്ള മരങ്ങളും അതുപോലെ കാടും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അത് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമാവും ഇങ്ങനെയുള്ള യാത്രകളൊക്കെ. പിന്നെ അതുപോലെ നമ്മളൊന്ന് ഫ്രീ ആവാനൊക്കെ നല്ലതാണ് ഇങ്ങനെ യാത്ര പോകുന്നതൊക്കെ. അപ്പോൾ ഏതായാലും ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇപ്പോൾ യാത്ര. ഞങ്ങൾ 2 വണ്ടിക്കാണ് പോകുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ചുരമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മുടെ ചെയിൻ ട്രീ ഉള്ളത്. അപ്പോൾ ചെയിൻ ട്രീനെ കുറിച്ച് അധികം ആർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ആ വഴിയിൽ പോയപ്പോൾ അവിടെ വണ്ടി ഒന്ന് സൈഡാക്കി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെയിൻ ട്രീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതൊരു കരിന്തണ്ടൻ സ്മാരകമായിട്ടാണ് അറിയപ്പെടുന്നത്. 1700-നും 1750 കാലഘട്ടത്തിൽ ചിപ്പിലിത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന പണിയൻ മൂപ്പനാണ് കരിന്തണ്ടൻ എന്ന് പറഞ്ഞ ആൾ. താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ മൂപ്പൻ്റെ ആത്മാവ് ഈ ചെങ്ങലയിൽ കുടികൊള്ളുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ എല്ലാ മാർച്ച് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് കരിന്തണ്ടൻ സമൃദ്ധി ദിനം ഇവരെ ആചരിക്കുന്നത്. അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ ചുറ്റും നോക്കുമ്പോൾ നല്ല തേയിലത്തോട്ടമൊക്കെ കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ബാണാസുര സാഗർ ഡാമിൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ട് നിർമ്മിച്ച അണക്കെട്ട് എന്നുള്ള സ്ഥാനം ഈ ബാണാസുര ഡാമിനാണുള്ളത്. അതുപോലെ തന്നെ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ മണ്ണ് കൊണ്ട് നിർമ്മിച്ച അണക്കെട്ട് എന്നുള്ള സ്ഥാനം ഇതിനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റിയില്ല, കാരണം കൊറോണൻ്റെ പ്രശ്നം കാരണം 10 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കൊന്നും അവിടെ പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റിയില്ല. കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് റോട്ടിൽ നിന്ന് ചെറിയൊരു വ്യൂ മാത്രമേ ഉള്ളൂ കിട്ടിയിട്ട്. അപ്പോൾ ഏകദേശം നമ്മൾ റിസോർട്ടിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിലൊക്കെ കയറി. ഞങ്ങളൊരു 20ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യലും സാനിറ്റൈസർ ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ നമുക്ക് ഓരോരോ കോട്ടേജ് ആയിട്ടാണ് എടുത്തത്. ഞങ്ങൾ 6 ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ 6 കോട്ടേജ് ആക്കിയിട്ടാണ് എടുത്തത്. അങ്ങനെ റൂംസൊക്കെ ശരിയായതിനു ശേഷം ഞങ്ങൾ ലഗേജൊക്കെ കൊണ്ട് റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്തിട്ട് കിടക്കുന്നത് കണ്ടു. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇനി ഇതിൻ്റെ മൊത്തമായിട്ടുള്ള വ്യൂ ഒക്കെ ഞങ്ങളൊന്ന് ഫ്രഷായി വന്നതിന് ശേഷം കാണിക്കാം. അങ്ങനെ റൂമിലെത്തി. ഇതാണ് നമുക്ക് കിട്ടിയ റൂം. അപ്പോൾ റൂം നല്ല അടിപൊളി റൂമായിരുന്നു. ഈ റൂംസിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മേലുള്ള റൂമിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കിയാലും താഴെയുള്ള റൂമിലുള്ള ബാൽക്കണിയിൽ നിന്ന് നോക്കിയാലും പുറത്തേക്ക് ഒരേ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. താഴെ നിന്ന് കുറച്ച് ഉയർത്തിയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. റൂമിൻ്റെ സൈഡിലായിട്ട് ഡ്രസ്സിങ് ഏരിയ, ബാത്റൂം, ഷെൽഫ്, TV ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ചായ, കാപ്പി കെട്ട് കുടിക്കാനുള്ള സൗകര്യം റൂമിൽ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള റൂമും പുറത്തൊക്കെ നല്ല വ്യൂ ആണ്. നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഫ്രഷ് ആയതിന് ശേഷം അവിടേക്കൊന്ന് ചുറ്റിക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോയി നോക്കുമ്പോൾ അവിടെ ഒരു തൂക്കുപാലം സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ചെറുതാണ്, പക്ഷേ അതിൻ്റെ താഴെ വെള്ളം കാരണം എല്ലാവർക്കും നല്ല പേടിയായിരുന്നു കേട്ടോ. ഒരുവിധ ആൾക്കാരൊക്കെ പോയി, പക്ഷെ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. അപ്പോൾ അവർ കസിൻസൊക്കെ നന്നായിട്ട് ആട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഡാമൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കണ്ടപ്പോൾ അവിടെ നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് നോക്കിയാൽ ആ ഡാമിൻ്റെ ഭാഗവും അതുപോലെ ചുറ്റിലും മരങ്ങളും അങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാവും. ഇനി ഞങ്ങൾ അടുത്തതായിട്ട് നടന്നെത്തിയത് അവിടുത്തെ പൂൾ ഏരിയയിലേക്കാണ്. അപ്പോൾ പൂളിലേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല. ഇപ്പോൾ ഈ കൊറോണ പ്രോബ്ലം കാരണം നമുക്ക് ഇറങ്ങാനൊന്നും പെർമിഷൻ ഇല്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കിടക്കുന്നതൊക്കെ കാണാൻ. അപ്പോൾ സ്ട്രിക്റ്റ് ഓർഡറാണ് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് അവിടെ ചുറ്റിലും കവർ ചെയ്തു. അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും നമ്മുടെ റൂമിലേക്ക് തന്നെ നടക്കുകയാണ്.
ഇനി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഇറങ്ങാമെന്നുള്ള രീതിക്ക് ഇങ്ങനെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റിലും കോട്ടേജുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, സംസാരിച്ചിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്പേസ് ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ റൂമിലെത്തി ഞങ്ങളൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളവിടെ ഒരു ട്രക്കിങ്ങിന് പോയി. അതിൻ്റെ ഈ റിസോർട്ടിൻ്റെ മുകൾ ഭാഗത്തിലൂടെ അപ്പോൾ നല്ല കയറ്റം ഇറക്കമൊക്കെ ആയിട്ട് ഒരു അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവം തന്നെ ആയിരുന്നു. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും നടക്കാൻ തുടങ്ങി. കുട്ടികളൊക്കെ വെച്ചിട്ടാണ് പോയത്. പക്ഷേ നല്ല കയറ്റം ഇറക്കാമെന്നൊന്നും വിചാരിച്ചില്ല. നമുക്ക് ഇതിൽ കൂടെയൊക്കെ വഴി കാണിച്ചു തരാൻ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഉഷാറായിട്ട് അതുകൂടെയൊക്കെ പോയി. നല്ല പേടിച്ചിട്ട് തന്നെ പോയത്. ഈ ഭാഗങ്ങളൊക്കെ നല്ല നിരപ്പായിട്ട് തന്നെയാണ്. ഇവിടുത്തെ കാടൊന്നും നശിപ്പിക്കാതെ തന്നെ ഇവരിവിടെ കുരുമുളക്, കാപ്പി, കവുങ്ങ് ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഇതൊരു വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ഏതായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഭാഗമാണ് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളത്. നല്ല ഇറക്കമാണ്. നല്ല ഇറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലൊക്കെ വഴുതി ഇങ്ങനെ പോകും. അപ്പോൾ നേരെ താഴെ വെള്ളമാണ്. നമ്മൾ നേരത്തെ കണ്ട വെള്ളത്തിൻ്റെ അരികെ കൂടെയാണ് നമ്മൾ ഇനി പോകാനുള്ളതൊക്കെ. ചെടികളുടെ വേരിൽ അതുപോലെ വള്ളിയിലൊക്കെ പിടിച്ചിട്ടാണ്, കൊമ്പിലൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ സാവകാശം ഇറങ്ങി പോവുമായിരുന്നു. അതുപോലെ ചെരുപ്പൊക്കെ ചില സമയത്ത് ഊരേണ്ടി വരുന്നു. ലൈറ്റ് കുറവായിരുന്നു, കാരണം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വൈറ്റ് കളറ് കാണുന്നതൊക്കെ വെള്ളമാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഉരുണ്ട് പോയാൽ നേരെ വെള്ളത്തിലായിരിക്കും വീഴുക. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇറങ്ങി അതിൻ്റെ താഴെ ഭാഗത്ത് എത്താറായിട്ടുണ്ട്. മോക്കൊക്കെ നല്ല പേടിയായിരുന്നു. കുറേ ഇരുന്ന് നോക്കും, കുറേ ഇക്കാനെ കൈ പിടിച്ചിട്ട് വിടാതെ കുറേ കരഞ്ഞു. അങ്ങനെയൊക്കെയാണ് പോയത്. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കുറച്ചുകൂടെ അടുത്തുനിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള വഴി എന്ന് പറഞ്ഞാൽ ചെറിയൊരു നടവഴി മാത്രമേ ഉള്ളൂ. ഇതിൽ കാലൊന്ന് തെറ്റിയാൽ നേരെ വെള്ളത്തിലേക്കാണ്. ഇങ്ങനെ കാണുന്നുണ്ടാവും വെള്ളം ഇങ്ങനെ അടുത്തു കൂടെ നിൽക്കുന്നത്. ഇവിടെയും തന്നെ കൊമ്പിലും വള്ളിയിലൊക്കെ പിടിച്ചിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഭയങ്കര ഡേഞ്ചറായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇനി ഒരു ഇറക്കം കൂടെ ഇറങ്ങിയാൽ വെള്ളത്തിൻ്റെ നേരെ അടുത്തായി. ഈ ഭാഗം നല്ല ഡേഞ്ചറാണ്, കാരണം ആ പുല്ലിലൊക്കെ ചെറുതായിട്ട് വെള്ളമുണ്ട്. ചില ഭാഗത്തൊക്കെ സ്ലിപ്പായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ പോകേണ്ടിയിരുന്നു ആ ഭാഗത്തൊക്കെ. അപ്പോൾ ആ ഭാഗം എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഓരോരുത്തർ പതുക്കെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട്. വെള്ളമൊക്കെ നല്ല വെള്ളം, നമുക്ക് ഇറങ്ങാനൊക്കെ തോന്നും കണ്ടാൽ. പക്ഷെ നല്ല ആഴമുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ഈ വെള്ളത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ്
ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടെ നല്ല ഭംഗിയാണ് കാണാൻ. വെള്ളത്തിൻ്റെ നേരെ അടുത്തുനിന്ന് നല്ല തണുപ്പാണ് വെള്ളം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് എല്ലാ ഇതും കണ്ടതിന് ശേഷം ഞങ്ങൾ മടങ്ങിയപ്പോൾ തന്നെ ഇരുട്ടായിരുന്നു. ഇനി ഈ വഴിയിലൂടെ വേണം നമ്മുടെ റൂമിലേക്ക് എത്താൻ. ഇത് നമ്മൾ പോകുന്ന വഴിയാണ്. അപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും ലൈറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് അവരവിടെ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 25-ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ്സും കാര്യങ്ങളും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം. ഇനി ഞങ്ങൾ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ചു. അന്നത്തെ ദിവസം കുറേ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അങ്ങനെ കിടന്നു. ഇനി അടുത്ത ദിവസത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.